ആരോപണങ്ങളുടെ ഒരുപാട് ശരങ്ങൾ, ഒരുപാട് ആക്ഷേപങ്ങൾ, ഒരുപാട് അനാവശ്യങ്ങൾ, ഒരുപാട് ഇല്ലാ കഥകൾ ഒക്കെ വല്ലാണ്ട് നിറയ്ക്കുമ്പോഴും അങ്ങ് മലയുടെ പുറത്തൊരു മലപ്പുറം മാതൃകയായി പലപ്പോഴും മാറാറുണ്ട്. പലതിലും, പല ഘട്ടങ്ങളിലും, സ്നേഹത്തിലും സാന്ത്വനത്തിലും, മനുഷ്യരെ സഹായിക്കുന്നതിലും, മനുഷ്യബന്ധങ്ങളെ സൂക്ഷിക്കുന്നതിലും ഒക്കെ മാതൃകയായി നിൽക്കുന്ന മഹനീയമായ ഒരുപാട് ചരിത്രങ്ങൾ മലപ്പുറം ജില്ലയ്ക്കുണ്ട്. അത് വ്യക്തിപരമായി ഓരോരുത്തരും ഓരോ സന്ദർഭങ്ങളിൽ പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇനി അത് ഈ മനസ്സിൻ്റെ ചേർന്ന് നിൽക്കലുകൾക്കപ്പുറത്ത് പല വികസന മാതൃകകളും മലപ്പുറത്തിൻ്റേതായി നമ്മൾ കേട്ടിട്ടുണ്ട്. ജനകീയാസൂത്രണം സംഘടിപ്പിച്ചപ്പോൾ രാഷ്ട്രീയ ദിശ എതിരായിരുന്നുവെങ്കിലും ജനകീയ ദിശ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സഞ്ചരിച്ച ഒരു ജില്ലയായിരുന്നു മലപ്പുറം ജില്ല. സാക്ഷരതയിലും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നടപ്പിലാകുമ്പോഴുമൊക്കെ ആ ജില്ലയ്ക്ക് ഒരു വേറിട്ട മാതൃക എപ്പോഴും എല്ലാവരും പറയുമായിരുന്നു. അതുകൊണ്ടാണ് മഹിത പാരമ്പര്യങ്ങളുടെ ഒരു മനോഹര നാടായി മലപ്പുറം ജില്ലയെ ഉയർത്തിക്കാട്ടുന്നത്. ഇതൊക്കെ ഇപ്പോൾ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരുപാട് മാതൃകകൾ സൃഷ്ടിച്ച മഹാരഥന്മാരുടെ ആ നിരയിലേക്ക് മലപ്പുറത്തിൻ്റെ ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജിയും വരുന്നു എന്നുള്ളത് ഇന്നൊരു വാർത്താ സമ്മേളനത്തിലൂടെ കേൾക്കാനിടയായി. ദേ കേൾക്കാം നിങ്ങൾക്കും. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ കീഴിലുള്ള ഹൈസ്കൂളുകൾ AI ടെക്നോളജിയിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ തന്നെ ആദ്യമായി ഞങ്ങൾ AI ക്ലാസ് റൂമുകൾ, അതിൻ്റെ ലാബുകൾ VR ക്യാമറയിലൂടെ ഞങ്ങളത് സ്ഥാപിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനമൊക്കെ അടുത്ത് തന്നെ നടക്കുകയാണ്. ഞങ്ങളെ ബഹുമാനായ അബ്ദുൽ ഹാജി മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചങ്ങരംകുളം, അവിടെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രിയങ്കരനായ മെമ്പർ, ചങ്ങരംകുളം മെമ്പർ, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധീകരിക്കുന്ന ചങ്ങരംകുളം മെമ്പർ പ്രിയപ്പെട്ട ഹസർ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ താല്പര്യമാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിലേക്ക് ഞങ്ങൾ രൂപം നൽകിയതും അത് പൈലറ്റ് പ്രൊജക്റ്റായി അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിവിഷനിൽ തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് തുടർന്ന് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ആധുനിക രീതിയിൽ AI ക്ലാസ് റൂമുകളാക്കുകയാണ്. ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്തിൻ്റെ പൈലറ്റ് പ്രൊജക്റ്റ്, കേരളത്തിന് മാതൃകയാവുന്ന ഈ പദ്ധതി തുടക്കം കുറിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറികളിലും ഞങ്ങൾ ഈ സംവിധാനത്തോടു കൂടി VR ക്യാമറയിലൂടെ ഞങ്ങൾ ക്ലാസ് റൂം ഏറ്റവും ആധുനിക രീതിയിൽ പുതിയ ടെക്നോളജിയിൽ സംഘടിപ്പിക്കുകയാണ്. എല്ലാവിധ പിന്തുണയും ഉണ്ടാണെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് പറഞ്ഞത്. സ്മാർട്ട് ക്ലാസ് റൂമുകളിൽ നിന്ന് AI ക്ലാസ് റൂമുകളിലേക്ക് മാറുന്നതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ്, അതും തുടങ്ങുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ മറ്റു പലതുമൊക്കെ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ പറഞ്ഞ് തടയാനും തകർക്കാനും ആക്ഷേപിക്കാനും ശ്രമിക്കുമ്പോൾ അതിനു മുകളിലേക്ക് ഒരു നാട്, അതിലെ വ്യത്യസ്ത ജാതി മത വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ ഒന്നാകെ മാതൃക സൃഷ്ടിക്കുന്ന ആ മഹനീയത ജബ്ബാർ ഹാജിക്കും തുടരാനാകട്ടെ എന്ന് ആശംസിക്കുന്നു.